Hello everyone, welcome to Brilliant EduTech, the best solution ever. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സീഡ്സ് ആൻഡ് സോയിങ്ങിനെ കുറിച്ചാണ്. ഫീൽഡ് അസിസ്റ്റന്റിന്റെ മൊഡ്യൂൾ 1 വരുന്ന ഒരു ടോപ്പിക്കാണ്. മൊഡ്യൂൾ 1 അഗ്രോണമിയാണ്. അതിൽ ചെറിയൊരു ടോപ്പിക്കാണ് സീഡ്സ് ആൻഡ് സോയിങ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ ബെൽ ബട്ടൺ അമർത്തുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ആണ് ബേസിക്കലി സീഡ്. ഇപ്പൊ സീഡ് നമ്മുടെ വിത്ത്, അതിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം കേട്ടോ. ബ്രീഡർ സീഡും ഉണ്ട്, ഫൗണ്ടേഷൻ സീഡും ഉണ്ട്. ബ്രീഡർ സീഡ് എന്ന് പറയുന്നത് പ്രോജനിയാണ്, ന്യൂക്ലിയർ സീഡിന്റെ ഒറിജിനൽ സീഡിന്റെ പ്രോജനിയാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ബ്രീഡർ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒറിജിനേറ്റിംഗ് ബ്രീഡറോ അല്ലെങ്കിൽ സ്പോൺസേർഡ് ബ്രീഡറോ ആയിരിക്കും. സോ ഇവരുടെ പ്യുവർ ലൈൻ ആയിരിക്കും ഈ പറയുന്ന ബ്രീഡർ സീഡ് എന്ന് പറയുന്നത്. അതായത് ജനറ്റിക്കലി ഇവര് പ്യുവർ ആയിരിക്കും. അതേസമയം ഫൗണ്ടേഷൻ സീഡ് എന്ന് പറയുന്നത് ബ്രീഡർ സീഡിന്റെ പ്രോജനിയാണ്. ബ്രീഡർ സീഡിൽ നിന്നുമാണ് എന്തുണ്ടാവുന്നത്? ഫൗണ്ടേഷൻ സീഡ് ഉണ്ടാവുന്നത്. ഇതൊക്കെ മെത്തേഡ് ഉണ്ട് സോയിങ്ങിന് എന്നുള്ളത് നോക്കാം. ബ്രോഡ്കാസ്റ്റിംഗ്, ഡിബ്ലിംഗ്, അതുപോലെ സോയിങ് ബിഹൈൻഡ് ദ കൺട്രി പ്ലോ, അത് മെക്കാനിക്കലായിട്ടും അതുപോലെ മാനുവൽ ആയിട്ടും വരും. സീഡ് ഡ്രില്ലിംഗ്, നഴ്സറി ട്രാൻസ്പ്ലാന്റിംഗ്, ഇന്ന് 5 മെത്തേഡാണ് മെയിൻലി സോയിങ്ങിന് ഉള്ളത്. അപ്പോൾ ഓരോ മെത്തേഡും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തേത് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ബ്രോഡ്കാസ്റ്റിങ്ങിനെ നമുക്ക് റാൻഡം സോയിങ് എന്നും വിളിക്കാം. ലിറ്ററലി പറയുകയാണെങ്കിൽ നമ്മളിവിടെ സീഡ്സ് സ്കാറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാടധികം ക്രോപ്സിന് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന സോയിങ് മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയ സൈസ് മുതൽ മീഡിയം സൈസ് വരെയുള്ള സീഡ്സ് എല്ലാം തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡാണ് ഫോളോ ചെയ്യുക. അപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡാണ് ഇന്ത്യയിൽ ലാർജസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ്. ഈസിയാണ്, ചീപ്പസ്റ്റ് ആണ്, മിനിമം ലേബറേഴ്സ് മാത്രം മതി. വെതറാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ എല്ലാ സീഡ്സും, ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാ സീഡ്സും സോയിലുമായിട്ട് കോണ്ടാക്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ 100% ജെർമിനേഷനും നടക്കുന്നില്ല, മുള പൊന്നുന്നില്ല. എൻഹാൻസ്ഡ് ആയിട്ടുള്ള സീഡ് റേറ്റ് ഇവിടെ റിക്വയർഡ് ആയിട്ട് വരും. കാരണം എല്ലാം സക്സസ് ആവുന്നില്ല അല്ലെ, എല്ലാം പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ജെർമിനേറ്റ് ചെയ്യപ്പെടാനുള്ള സാഹചര്യമില്ല. അപ്പൊ സീഡ്സ് നമുക്ക് ഡിസൈഡ് ഡെപ്തിൽ വെക്കേണ്ട കാര്യമില്ല, നമ്മൾ വെതർ ആണ് ചെയ്യുന്നത്. ഡിസൈഡ് ഡെപ്ത് ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആങ്കറേജ്, പെർഫെക്റ്റ് ആയിട്ട് അത് മുളച്ച് പൊന്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രോഡ്കാസ്റ്റിംഗ് മെത്തേഡ് നടത്തുമ്പോൾ ലോഡ്ജിങ് അഥവാ ഫോളിങ് ഡൗൺ, അതായത് വീണ് പോവുക, നമ്മുടെ പ്ലാന്റ് വീണ് പോകുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. അടുത്തത് ഡിബ്ലിംഗ് ആണ്. ഡിബ്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ സീഡിനെ ഇൻസേർട്ട് ചെയ്യാണ്, ഒരു ഹോളിലൂടെ ഇൻസേർട്ട് ചെയ്യുന്നു, ഡിസൈഡ് ഡെപ്തിലേക്ക് എത്തിക്കുന്നു, then ആ ഒരു ഹോള് കവർ ചെയ്യുന്നു, അതാണ് ചെയ്യുന്നത്. പിക്ചറിനകത്ത് നിങ്ങൾക്ക് കാണുന്നത് പോലെ നമ്മൾ ഹോള് ക്രിയേറ്റ് ചെയ്ത് ഡിസൈഡ് ഡെപ്ത് ഉണ്ടാക്കി അതിനെ കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഡിബ്ലിംഗ് എന്ന് പറയുന്നത് ഒരു ലൈൻ സോയിങ് മെത്തേഡാണ്. അപ്പൊ ഇവിടെ ഇത് പ്രാക്ടീസ് ചെയ്തത് ചിലപ്പോൾ പ്ലെയിൻ സർഫസിലാവാം, റിഡ്ജസിലാവാം, ഫറോസിലാവാം, ബെഡ്സിലോ ചാനൽസിലോ ഒക്കെ ആവാം. ഈ ഒരു ടൈപ്പ് ഓഫ് സോയിങ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ആയ ഒരു സോയിൽ കണ്ടീഷനിൽ മാത്രമാണ് പെർഫോം ചെയ്യുന്നത്. വൈഡർ സ്പേസ്ഡ് ആയിട്ടുള്ള ക്രോപ്സിനും അല്ലെങ്കിൽ മീഡിയം ടു ലാർജ് സൈസ് സീഡ്സിനൊക്കെ ഡിബ്ലിംഗ് മെത്തേഡാണ് ഫോളോ ചെയ്യുക. സ്വർഗം, മെയ്സ്, സൺഫ്ലവർ, കോട്ടൺ ഇതൊക്കെ ഡിബിൾ ചെയ്ത് റിഡ്ജസിലും ഫറോസിലും ഒക്കെ കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് എന്താണ് ഈ ലൈൻ സോയിങ് അഥവാ ഡിബ്ലിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? ഇതുവഴി നമുക്കൊരു യൂണിഫോം പോപ്പുലേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബെറ്റർ ആയിട്ട് ഡെർമിനേഷൻ നടക്കും, മുളച്ചു പൊന്തും. മാത്രമല്ല നമുക്ക് അധികം സീഡിന്റെ ആവശ്യമില്ല, ഉള്ളതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജെർമിനേഷൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അടുത്തത് സോയിങ് ബിഹൈൻഡ് ദ പ്ലോ. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നത്? സോയിങ് എന്ന് പറയുമ്പോൾ ഇത് മാനുവൽ ആയിട്ടോ മെക്കാനിക്കൽ ആയിട്ടോ നമുക്ക് ചെയ്യാവുന്നതാണ്. സീഡ്സ് നമുക്ക് ഫറോസിൽ ഡ്രോപ്പ് ചെയ്യാം. അപ്പൊ അത് നമുക്ക് പ്ലോ വഴി ഓപ്പൺ ചെയ്ത് ദെൻ നമുക്ക് ക്ലോസ് ചെയ്യാം, നെക്സ്റ്റ് ഫറോ ഓപ്പൺ ചെയ്യാം. ഇങ്ങനെയാണ് പ്ലോയിങ് മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ കിളച്ച് നമ്മൾ ചെയ്യുന്നതാണ് പ്ലോയിങ് മെത്തേഡ് എന്ന് പറയുന്നത്. സീഡ്സ് യൂണിഫോം ഡിസ്റ്റൻസിലാണ് ഇവിടെയും നടുന്നത്. മാനുവൽ മെത്തേഡ് കുറച്ചധികം ലേബറസ് ആണ്, ലേബർ സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ട്. മാത്രമല്ല ടൈം കൺസ്യൂമിങ് കൂടെയാണ്. അപ്പോൾ സീഡ്സ് ലൈക്ക് റെഡ് ഗ്രാം, കൗപ്പി, ഗ്രൗണ്ട് നട്ട് ഒക്കെ പ്ലോ വഴി നമുക്ക് കിളച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോ ചെയ്യാനായിട്ട് സാധിക്കും. മേജർ സോൺ ക്രോപ്പ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് നട്ട് ആണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ സീഡ്സ് മെക്കാനിക്കലായിട്ട് ഗോറസ് വഴി അല്ലെങ്കിൽ സീഡ് ഡ്രില്ല് വഴി നമുക്ക് പശുവിനൊക്കെ യൂസ് ചെയ്ത് ഇതേപോലെ നമുക്ക് പ്ലോ ചെയ്തുകൊണ്ട് കിളച്ചിട്ട് നമുക്ക് സീഡ് സോ ചെയ്യാവുന്നതാണ്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമുക്ക് ഡിസൈഡ് ഡെപ്തിൽ കീപ്പ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് സ്മോൾ സൈസ് അല്ലെങ്കിൽ വെരി ലാർജ് സൈസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സീഡ്സും ഈ ഒരു പ്ലോയിങ് വഴി
നമുക്ക് എന്ത് ചെയ്യാം, സോ ചെയ്യാവുന്നതാണ്. മെയ്സ്, സോർഗം, മില്ലറ്റ്സ്, സൺഫ്ലവർ എല്ലാം തന്നെ ഈ ഒരു മെത്തേഡ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, സോ ചെയ്തെടുക്കുന്നത്. ഇത് ഡ്രില്ലിംഗ് അഥവാ ഡ്രിൽ സോയിങ് ആണ്. ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ സീഡ്സിനെ ഡ്രോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ഡെഫിനിറ്റ് ഡെപ്തിൽ നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു നമ്മുടെ സീഡിനെ, ദെൻ സോയിൽ വെച്ച് കവർ ചെയ്ത് കോമ്പാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സോയിങ്ങിന് നമ്മളിവിടെ ചില മെത്തേഡ്സ് ഇംപ്ലിമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സീഡ്സ് പ്ലേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് അനിമൽ ഡ്രോൺ ആയിട്ട് ഗോറസ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പശു പോലുള്ള അനിമൽസിനൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡ്രിൽസ് യൂസ് ചെയ്ത് പവർ ഓപ്പറേറ്റ് ചെയ്ത ഡ്രിൽസ് യൂസ് ചെയ്ത് സീ ഡ്രിൽസ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മെത്തേഡിൽ നമ്മുടെ സോ ചെയ്യുമ്പോൾ നമുക്ക് ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഫെർട്ടിലൈസർ അപ്ലിക്കേഷനും നമുക്ക് ഒരുമിച്ച് തന്നെ കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇന്റർക്രോപ്പിംഗ്, അതായത് നമ്മൾ മൾട്ടിപ്പിൾ ക്രോപ്സ്, ഇന്റർക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരേ ഫീൽഡിൽ ഒരുപാടധികം ക്രോപ്സ് ഒരുമിച്ച് വളർത്തുന്ന ടെക്നിക്കാണ്. അപ്പൊ അവിടെ ഈ ഒരു സോയിങ് മെത്തേഡ് ഡ്രില്ലിംഗ് വഴി നമുക്ക് അതും ചെയ്തെടുക്കാം. അത് മാത്രമല്ല നമുക്ക് മോർ ടൈം, എനർജി, കോസ്റ്റ് ഇതൊക്കെ ആവശ്യമായിട്ടുണ്ട് ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ അഡ്വാൻറ്റേജ് യൂണിഫോം ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ നമ്മുടെ ആ ഒരു ഏരിയയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. യൂണിഫോം ഡെപ്തിൽ നമുക്ക് സീഡ്സിനെ പ്ലേസ് ചെയ്ത് കവർ ചെയ്ത് കോമ്പാക്ട് ചെയ്തെടുക്കാനായിട്ട് ഡ്രില്ലിംഗ് വഴി സാധിക്കും. ഇത് ട്രാൻസ്പ്ലാന്റിംഗ് ആണ്. ട്രാൻസ്പ്ലാന്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നഴ്സറിയും വരുന്നുണ്ട്, ട്രാൻസ്പ്ലാന്റിംഗ് വരുന്നുണ്ട്. അപ്പൊ എന്താണ്, നഴ്സറിയിൽ നമ്മുടെ യങ് സീഡ്ലിങ്സിനെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു. അവിടെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ സ്മോളർ ഏരിയയിൽ നമ്മൾ അതിനെ ഗ്രോ ചെയ്തെടുക്കുന്നു. ഇവിടുത്തെ മാനേജ്മെന്റ് ഈസി ആയിട്ടും എക്കണോമിക്കലായിട്ടും നമുക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒപ്റ്റിമം പ്ലാന്റ് പോപ്പുലേഷൻ എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഒരുവിധം ഗ്രോത്ത് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മറ്റേ മെയിൻ ഫീൽഡിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ മെയിൻ ഫീൽഡിലേക്ക് കൊണ്ടുവരാനായിട്ടൊരു ഡ്യൂറേഷൻ എടുത്തെന്ന് വരും. മെയിൻ ഫീൽഡിൽ അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് കുറവായിരിക്കും. നഴ്സറിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഫീൽഡിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ക്രോപ്പ് ഇന്റൻസിഫിക്കേഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ മെഷീൻസോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സോ യൂസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഈൽഡ് കൊണ്ടുവരാനായിട്ട് ഇവിടെ സാധിക്കുന്നുണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നഴ്സറി റേസിംഗ് ചില സമയത്ത് ചില ക്രോപ്സിനെങ്കിലും എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല ട്രാൻസ്പ്ലാന്റിങ് കുറച്ച് ലേബറസ് ആണ്, എക്സ്പെൻസീവ് ആണ്. നമുക്ക് ഇത് കൃത്യമായിട്ട് തന്നെ മറ്റൊരു ഫീൽഡിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ലേബർ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. എക്സ്പെൻസീവ് ആയൊരു മെത്തേഡായിട്ടും ആ സമയത്ത് അത് മാറുന്നുണ്ട്. ഇപ്പോൾ ഫീൽഡ് അസിസ്റ്റന്റിന്റെ സിലബസ് എല്ലാവരും തന്നെ കണ്ടു കാണും. അപ്പോൾ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്സ് ആവശ്യമായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫീൽഡ് അസിസ്റ്റന്റ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. മാർച്ച് 1 മുതൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ക്ലാസ്സുകളും അതുപോലെ തന്നെ നോട്ട്സ്, റിവിഷൻ ടെസ്റ്റ്, മെന്റർ സപ്പോർട്ട്, ഇൻഡിവിജ്വൽ അറ്റൻഷൻ, ഡൗട്ട് ക്ലിയറൻസ്, ഫ്ലാഷ് കാർഡ്സ്, സ്റ്റഡി പ്ലാൻ, റിവിഷൻ പ്ലാൻ എല്ലാം ഒരുമിച്ച് നമ്മളൊരു ബാച്ച് ആയിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ താല്പര്യമുള്ള സ്റ്റുഡൻസിന് നമ്മുടെ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയുക. പല പ്ലാൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്ലാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ കൃത്യമായ ക്വസ്റ്റ്യൻ ബാങ്കും ക്വസ്റ്റ്യൻസും റിവിഷൻ ടെസ്റ്റുകളോട് കൂടി നമുക്ക് ഈ പറയുന്ന ഒരു കോഴ്സ് നല്ല രീതിയിൽ പഠിച്ചെടുത്ത് ഈ 3 മാസക്കാലം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും അതുപോലെ എക്സാം നല്ല രീതിയിൽ എഴുതാനായിട്ടൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഒരു എക്സാമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും വീഡിയോസോ ക്ലാസ്സസോ അല്ലെങ്കിൽ എന്തെങ്കിലും സെഷൻസ് നിങ്ങൾക്ക് വേണ്ടതായിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ അതനുസരിച്ച് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്കതനുസരിച്ച് വീഡിയോസും ക്ലാസ്സസും ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.